സെഞ്ച്വറി ഫിലിംസിന്റെ ബാനറിൽ രാജു മാത്യു നിർമ്മിച്ച മോഹൻലാൽ ചിത്രം തന്മാത്ര. ബ്ലസ്സിയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. കൈതപ്രത്തിന്റെ ഗാനങ്ങൾക്ക് മോഹൻ സിതാര ഈണമിട്ടിരിക്കുന്നു. പിപ്പറ്റും പ്യൂററ്റും ഞെക്കിപ്പീടിഞ്ഞപ്പോൾ പെർമാംഗനേറ്റിന്റെ കളറ് പോയി. ഹൈഡ്രജനും ഓക്സിജനും കെട്ടിപ്പീടിച്ചപ്പോൾ ഭൂമിയിലൊക്കെയും വെള്ളമായി. ടൂണിംഗ് ഫോർക്കിലൊന്നാഞ്ഞു തട്ടുമ്പോൾ മൂക്കത്തെ കണ്ണ് കാണത്തില്ലല്ലോ. നല്ല ഉന്നോ. സ്റ്റാൻഡപ്പ് അഞ്ജലി. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? തീരെ കൊച്ചുകുട്ടിയാണോ വിചാരം? ടീച്ചറെ, അത് ഞാൻ... മതി, നോ എക്സ്പ്ലനേഷൻസ്. ആ ഡസ്റ്റർ വലിച്ചു കയറാതെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ കണ്ടതാ താൻ അവിടെ ഞെളിപിരി കൊള്ളുന്നത്. ബെല്ലടിക്കുന്നവരെ അങ്ങോട്ട് മാറി നിൽക്ക്. സൈലൻസ് കണ്ടിന്യൂ. മുൻകോപത്താൽ കണ്ണുരുട്ടിയാൽ ന്യൂട്രോണും പ്രോട്ടോണും കൂട്ടിമുട്ടും. പാടത്തെ മാക്രിയും തട്ടിയും മാനം കെട്ടു മലർന്നു വെട്ടി. ഓപ്പറേഷൻ ചെയ്തു പഠിച്ചു. നമുക്കൊരു വിസ അടിച്ചല്ലോ. ഇന്നെന്റെ ബർത്ത്ഡേ. Wow, happy birthday Anjali. Many happy returns of the day. Thank you. Happy birthday to you. Happy birthday dear Anjali. Happy birthday to you. Many happy returns of the day. Thank you. Happy birthday. Thank you. Would you like to drink anything? Wine, can beer, coke, something? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് രമേശ്. തന്റെ ഏക മകനെ IAS-കാരനാക്കുകയാണ് അയാളുടെ ജീവിത സ്വപ്നം. ഭാര്യയും മനുവും അനുജത്തിയും ഉൾപ്പെടുന്നതാണ് അയാളുടെ ചെറിയ കുടുംബം. വീട്ടിൽ രമേശിന് സദാ മനുവിന്റെ പഠിപ്പിലാണ് ശ്രദ്ധ. മനുവിനും അച്ഛന്റെ ജീവനായിരുന്നു. ഒരിക്കൽ രമേശിന്റെ അപ്പച്ചി മരിച്ചു. മരണവീട്ടിൽ സകുടുംബം രമേശ് എത്തി. അതിനിടെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അച്ഛന്റെ അടുത്തും അവർ കയറി. നിനക്ക് നാട്ടിൽ വന്ന് ജോലി നോക്കിക്കൂടെ എന്ന് അച്ഛൻ അയാളോട് ചോദിച്ചു. പക്ഷേ മനുവിന്റെ പഠനകാര്യം ഓർത്തപ്പോൾ അയാൾക്കതിനാവുമായിരുന്നില്ല. അവിടെ വെച്ച് തന്റെ പഴയ മുറപ്പെണ്ണിനെയും രമേശ് കണ്ടു. വെളുപ്പാങ്കാലാവുമ്പോൾ ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയുന്നതിന്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ട്രിവാൻഡ്രത്തിനുമാണ്. മെഡിക്കൽ കോളേജിൽ പോയി ഒരു ഡീറ്റെയിൽ ചെക്കപ്പ് നടത്തി അവിടെ കുറച്ച് ദിവസം നിൽക്കാം. ഓ, അതൊക്കെ എത്ര ദിവസത്തേക്കാ? നിനക്ക് ഇവിടെ അടുത്തെങ്ങാനും ഒരു BDO ഓഫീസിലേക്ക് ഡെപ്യൂട്ടേഷൻ ട്രാൻസ്ഫർ ശ്രമിച്ചാൽ കിട്ടില്ലേ? ആ, കിട്ടാഴികയൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് വെച്ചങ്ങ് പോയാലേ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അങ്ങനെ റിട്ടയർ ചെയ്യാം. അച്ഛൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു കളക്ടറാകാൻ പറ്റിയില്ല. മനുവിലൂടെ എനിക്കത് നേടിയെടുക്കണം. ഒരാഗ്രഹം അവിടെ ആകുമ്പോൾ. ശരിയാ, ഞാനത് ഓർത്തില്ല. എല്ലാവരും അവരവരുടെ മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥരാ. നീയും അതെ, ഞാനും അതെ. രമേശിന്റെ ഓഫീസിൽ സഹപ്രവർത്തകർക്ക് അയാൾ പ്രിയപ്പെട്ടവനായിരുന്നു. മന്ത്രിയുടെ സ്വന്തക്കാർക്ക് വേണ്ടി പോലും വഴിവിട്ട റിപ്പോർട്ടുകൾ എഴുതാൻ അയാൾ മടിച്ചു. ഒരിക്കൽ മനുവിന്റെ സ്കൂളിൽ PTA മീറ്റിംഗിന് ക്ലാസ് എടുക്കാൻ രമേശ് എത്തി. മനുവിന്റെ സ്കൂളിലെ സാറും ഭാര്യയും ഒരു ദിവസം രമേശിനെ കാണാൻ വന്നു. മകൾക്ക് സ്കൂൾ യുവജനോത്സവത്തിൽ ആലപിക്കാൻ രമേശ് പതിവായി പാടാറുള്ള ഭാരതീയരുടെ കവിത ഒന്ന് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ വരികൾ എത്ര ശ്രമിച്ചിട്ടും മുഴുവനായി പാടാൻ അയാൾക്ക് ഓർമ്മ കിട്ടിയില്ല. ഏതാണ്ട് ആ സമയത്ത് അടുപ്പിച്ച് നമ്മുടെ ഫ്ലാറ്റിന്റെ ഇടപാട് ശരിയാവും. എന്തിനും ജോസഫിന്റെ ഒരു പ്ലാനിങ്ങും നോ പറയില്ല. എന്താ ഇത്? നാക്കിന്റെ തുമ്പത്തൊന്നും നിൽക്കുക, ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. ഇതിപ്പോ എന്ത് പറ്റി? അത് ചിലപ്പോഴങ്ങനെ എത്ര അറിയാവുന്നതാണെങ്കിലും ആവശ്യം വരുമ്പോഴങ്ങ് മറന്നുപോകും. ഇനി മനുവിനെ കൊണ്ട് പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ ആദ്യമേ പറയില്ലേ. ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കിന് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ല സാർ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി റെക്കോർഡ് ചെയ്ത് സ്കൂളിലെത്തിക്കാം. ഒന്ന് എഴുതി കൂടെ തന്നേരെ. ഞങ്ങൾ ഇനി ഭാഷ അറിയാതെ എഴുതിയിട്ട് മാറി കുഴപ്പാക്കണ്ട. മോനെ, അച്ഛനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ശരി ടീച്ചർ. ടാങ്കില് വെള്ളം കയറുന്ന നോക്കാമെന്ന ആളാ. രമേശ് ഇവിടെ നിന്നാ പണി.
എന്തിനാ ഏട്ടാ ഇങ്ങനെ തനിക്ക് പാത്രം പതിക്കുന്നത് ചിരപരിചിതമായ വലിക്കുന്നത്? തമിഴ് കവിത കുറച്ചുമ്പ് അയാൾ വലിക്കില്ലാന്ന് ഓർക്കാൻ വലിയ പഠിച്ചു. ഗമേ പറഞ്ഞിട്ട് തന്റെ സ്വന്തക്കാർക്ക് പിള്ളേരുടെ മുന്നിൽ വേണ്ട വെച്ച് റിപ്പോർട്ടിന്റെ ഫയൽ അച്ഛനെ കാണാതെ രമേശിനോട് പണ്ട് ഒളിച്ചും ചോദിച്ചു. പാത്തും ഒക്കെ വലിച്ച പോലെ ഓഫീസിൽ രമേശ് ഇപ്പൊ ആകെ പിള്ളേരോടും ആ അസ്വസ്ഥനായി. ബഹുമാനം തന്നെ. വീട്ടിൽ വന്നപ്പോൾ അപ്പാടും അയാൾ അതിനായി തിരഞ്ഞു. ഭാര്യയ്ക്ക് ശരീരത്തിനും അത്ഭുതമായിരുന്നു. മനസ്സിനും ഒക്കെ കരിമ്പിൻ കാട്ടിൽ ആന ഇറങ്ങിയതുപോലെയായി ആ വീട് എന്ന് എല്ലാവരും പോലെ പറഞ്ഞു. ട്രെയിനേഴ്സ്. പക്ഷേ അതൊരു ഈ തമാശയായിരുന്നു. രമേശ് ചേട്ടന്റെ ഒരു കാര്യം രമേശ് മെല്ലെ ഇപ്പൊ ഇതെന്താ ഒരു ആകെ ടെൻഷൻ? മാറുകയായിരുന്നു. ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ മാഞ്ഞ പോലെയോ മറന്ന പോലെയോ ആ സംശയം ഉണ്ടാക്കുന്ന ഒരു തരം ആഗണി. മനു +2 കയറിയപ്പോ തുടങ്ങിയതാ ചേട്ടന്റെ ആരെയും അറിയിക്കാതെയുള്ള ഈ ടെൻഷൻ. എന്റെ ഈശ്വര, ഇത് എന്തോ പണിയാ കാണിക്കുന്നേ? എത്ര പാടുപെട്ട ഞാൻ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചത്. ഓഫീസിലെ 2 ഫയല് കാണാനില്ല. ചേട്ടൻ എന്ത് പ്രാന്തായി പറയുന്നത്? ഓഫീസിലെ ഫയല് നമ്മുടെ ബെഡ്റൂമിന്റെ മേലെയാ കാണുന്നേ. ഒന്നിങ്ങോട്ട് ഇറങ്ങിയേ. ഇന്ന് ഇതിന്റെ മേലെ കിടന്നുറങ്ങാം. കിടക്കാൻ നേരത്തെ ഒരു പണി ഒപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതെവിടെ പോയി കിടക്കുന്നു? നീ ഇവിടെ എങ്ങാനും 2 ഫയല് കണ്ടോ? ചേടാ, ഇത് നല്ല കാര്യമായി. ഞാനൊരു ഫയലും കണ്ടില്ല. അല്ലത്തിന്റെ ഫയൽ ഇങ്ങനെ എവിടെ വരുന്നേ? ഒന്നുകിൽ ബ്രീഫ് കേസിൽ കാണും, അല്ലെങ്കിൽ മേശപ്പുറത്തോ ഡ്രോയിലോ കാണും. അവിടെയൊക്കെ ഞാൻ തപ്പിയതാ. ഇന്നിവിടെ ആരും കഴിക്കുകയും കിടക്കുകയും ഒന്നും വേണ്ട. അടുക്കി പെറുക്കി ഇവിടെ ഇരുന്നാ മതി. മനോ, നീ അച്ഛന്റെ ഫയലും എല്ലാം കണ്ടോ അവിടെ? സെക്കൻഡ് ടൈം തുടങ്ങിയ പിന്നെ ഫയലൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ. എങ്ങനെ അമ്മ ഇതെല്ലാം താഴെ വീണേ? ഇതിനാടി കൊച്ചെ പറയുന്നേ കരിമ്പും കാട്ടിൽ ആന കയറിയ പോലെന്ന്. ആ ആന അപ്പുറത്തെ മുറിയിലും കയറിയിട്ടുണ്ട്. ഈ ചേട്ടന്റെ ചില നേരത്തെ കാര്യം. തന്നെ മറവി വല്ലാതെ പിടികൂടിയിരിക്കുന്നെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അതിനായി അയാൾ ചികിത്സ തേടി. മറവി രോഗം അയാൾക്ക് കൂടിക്കൂടി വന്നു. മനു അയാളെ കളിയാക്കി. ഓഫീസിലും രമേശിന്റെ ആ മറവി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ പല കാര്യങ്ങൾ അയാൾക്ക് ഓർത്തെടുക്കാൻ കഴിയാതെയായി. കുടുംബത്തിൽ എല്ലാവരും ദുഃഖിച്ചു. രമേശ് ആശുപത്രിയിലായി. അച്ഛനില്ലാതായ വീട്ടിലേക്ക് പോകാൻ അവർക്ക് മനസ്സു വന്നില്ല. വിവരമറിഞ്ഞ് രമേശിന്റെ അച്ഛനുമെത്തി. ഇതെന്തോന്നാ സാറേ? പെണ്ണുങ്ങളുടെ കാലിലടിയിൽ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടാ. നിങ്ങൾ ഇങ്ങനെ കൂന കൂടിയിരുന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഒരു സാധാരണ പനിയെന്നേ ഉള്ളൂ. എന്താ മാഡത്തിന് വിശ്വാസം വരുന്നില്ലേ? ഓഫീസിലൊന്നും വലിയ പ്രശ്നം നടന്നു അമ്മയുടെ വിചാരം. ഓ അതാണോ? അതത്ര വലിയ കാര്യമൊന്നുമല്ല. അത് അണ്ണാച്ചിയുടെ ഒരു പതിവാ. ഉള്ള പഴഞ്ച സാധനങ്ങളുമായി അഭ്യാസത്തിന് വന്ന ആരുടെ എന്താ കിട്ടാത്തത്? സാധാരണ എൻ്റെ എന്താ കിട്ടാറ്. ഇത്തവണ ഇത് സാറിൻ്റെ എന്നായിപ്പോയി, അത്രേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. നേരെ ഇരുട്ടുന്നൊരു നിങ്ങൾ ചെല്ല്. നാളെ പരീക്ഷ ഉള്ളതല്ലേ. ഇന്നൊരു രാത്രിത്തെ കാര്യമല്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. വേണ്ടല്ലേ, ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നോളാം. നല്ല കാര്യമായി. മോഡൽ എക്സാമുള്ള ചെക്കനെ പിടിച്ച് ആശുപത്രി കിടത്തിന്ന് നാളെ രമേശ് സാർ അറിഞ്ഞിട്ട് ഞാൻ തെറിവിളി കേട്ടോളാം. വേണ്ട വേണ്ട, ഒരു ദിവസം കൂട്ടുകിടക്കാനുള്ള ആത്മബന്ധമൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. ഇല്ല സാർ, ചെല്ല് നിന്ന് സമയം കളയാതെ മുമ്പിട്ട് പോയി പഠിക്കാൻ. രമേശിനെ ചികിത്സിക്കുന്ന ഡോക്ടർ അവരോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പോൾ മനു ഒരിക്കൽ മറവിയെക്കുറിച്ച് തന്നോട് പറഞ്ഞത് ഓർത്തു. എല്ലാം മറന്നിട്ടും മനുവിനെ IAS ഓഫീസറാക്കണമെന്ന കാര്യം മാത്രം അയാൾ മറന്നുപോയില്ല. അച്ഛനോടൊത്ത് മനുവും കൂടുതൽ സമയം ചെലവിട്ടു. എല്ലാവരും അയാളെ പൂർണ്ണ ഹൃദയത്തോടെ പരിചരിച്ചു. ഒരു ദിവസം സർവീസിൽ നിന്ന് രമേശ് സ്വമേധയാ രാജിവെക്കാനെത്തി. അൽഷിമേഴ്സ് എന്ന രോഗത്തിന് അടിമയായി കഴിഞ്ഞിരുന്നു അയാൾ. ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗിക്കല്ല ചികിത്സ വേണ്ടത്, രോഗിയെ നോക്കുന്ന ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമാണ്. കാരണം ഈ രോഗം കൊണ്ടുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ രോഗിയല്ല അനുഭവിക്കുന്നത്, രോഗിയെ ശുശ്രൂഷിക്കുന്നത് നമ്മളാണ്. ഇത്രയും കാലം എന്നോടൊപ്പം സ്നേഹിച്ചും സഹകരിച്ചും എല്ലാവർക്കും പ്രവർത്തിച്ച എല്ലാവർക്കും ദൈവമേ, ഇത്ര പെട്ടെന്ന് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. എല്ലാവർക്കും നന്ദി. രമേശിനെ കുടുംബം നാട്ടിലെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു.
സഹപ്രവർത്തകൻ ജോസഫ് അവർക്കെല്ലാത്തിനും തുണയായി. മനുവിൻ്റെ അമ്മ ഓരോന്നോർത്ത് പൊട്ടിക്കരഞ്ഞു. മുറപ്പെണ്ണ് അയാളെ പഴയ പ്രണയഭാവത്തോടെ വീട്ടിൽ വെച്ച് പരിചരിച്ചു. അവളുടെ വീട്ടുകാർ അയാളെ അവിടെ നിന്ന് പുറത്താക്കി. സുകുമാരൻ നായരും ഭാര്യയും രമേശിനെ കാണാൻ വന്നു. പക്ഷേ സ്വന്തം ഭാര്യയുടെ അച്ഛനെ പോലും അയാൾക്ക് ഓർത്തെടുക്കാനായില്ല. മകന്റെ നല്ല പഠനത്തിനായി മനുവിനെ അച്ഛന്റെ അടുത്തുനിന്ന് മാറ്റാൻ സുകുമാരൻ നായർ തീരുമാനിച്ചു. കാര്യങ്ങൾ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി എടുത്താ വേണേ അത് കഴിഞ്ഞ് IAS ട്രൈ ചെയ്യാലോ. ഞാനും ഇതൊക്കെ ഇവനോട് പറഞ്ഞു നോക്കിയതാ, കേക്കണ്ടേ. സിവിൽ സർവീസിന് പോകുന്ന അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഒറ്റ വാശി നിൽക്കുക. പണ്ട് രമേശനും ഇതുപോലെ അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് കുറെ നടന്നതല്ലേ. എന്നിട്ട് എന്തായി? ഇതൊക്കെ ഒരു ലെക്ക. മെഡിസിനോ എഞ്ചിനീയറിംഗോ കഴിഞ്ഞിട്ട് വേണേ ട്രൈ ചെയ്തോ. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ റിസ്ക് ഇല്ലല്ലോ. മോനെ, പഴയ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും പറയാൻ നിൽക്കില്ല. ഒക്കെ നിന്റെ അച്ഛൻ നോക്കിക്കൊണ്ടല്ലേ. ഇനിയിപ്പോ കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. ഒരു കുടുംബത്തിന്റെ ചുമതല മുഴുവൻ നിന്റെ അല്ല. മോനെന്താ ഒന്നും പറയാത്ത? ഞാൻ അച്ഛനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. കണ്ടോ, ഇതാ ഇപ്പൊ പ്രാന്തായ. നമ്മൾ പറഞ്ഞു ഒന്നും അവന് മനസ്സിലായി. പക്ഷേ IAS എന്ന അച്ഛന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ മനു തയ്യാറെടുത്തു. അച്ഛനെ തോൽപ്പിക്കാൻ ആ പ്രിയ മകൻ ഒരിക്കലും ആവുമായിരുന്നില്ല. ദുഃഖം തളം കെട്ടിയ മനസ്സുമായി നിന്ന മനുവിന് IAS ഇന്റർവ്യൂവിന്റെ ക്ഷണം ലഭിച്ചു. അച്ഛന്റെ സ്വപ്നം നിറവേറ്റാൻ മനു ദില്ലിക്ക് പുറപ്പെട്ടു. മനസ്സിൽ ഓർമ്മകളുടെ അടരുകൾ മാഞ്ഞുപോയ അച്ഛന്റെ മുമ്പിൽ അവൻ യാത്ര ചോദിച്ചു. ഒരു നിമിഷം മതി, ഒരു നിമിഷം. എനിക്ക് എന്റെ മോനെ തിരിച്ചു തരുമോ? എല്ലാം കാണാനും കേൾക്കാനും. കരയാതമ്മേ. അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഇത്ര നാൾ ഞാൻ പഠിച്ചത്. ഇനി ഇതെന്റെ ആഗ്രഹം. അച്ഛൻ എങ്ങനെ എന്റെ കസേരയിൽ ആ രാത്രിയുടെ ഏകാന്തതയിൽ ഭാര്യ അയാൾക്ക് കൂട്ടിയിരുന്നു. അപ്പോഴാണ് ദില്ലിയിൽ നിന്ന് മനു വിളിച്ചത്. പക്ഷേ ആ അമ്മ മകനോട് ഒന്നും പറഞ്ഞില്ല. മനുവിന്റെ അച്ഛന്റെ മരണം അമ്മയുടെ മുമ്പിൽ നടന്നു കഴിഞ്ഞിരുന്നു. മരങ്ങൾ ശ്രുതിയോടു ചേർന്നു മൂളും പോലെ. ഇതെന്തൊരു കിടപ്പാ, ഗർഭപാത്രത്തിൽ പിള്ളേർ കിടക്കുന്ന പോലെ. ചേട്ടാ, മനു ഇപ്പൊ വിളിക്കും. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ അവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ഒന്നും അറിയാതെ പിറ്റേന്ന് IAS ഇന്റർവ്യൂ ബോർഡിനു മുമ്പിൽ മനു ഇരുന്നു. ഗുരുസ്ഥാനത്ത് എല്ലാറ്റിനുമുപരിയായി സ്വന്തം അച്ഛനെ പ്രതിഷ്ഠിച്ച മകന്റെ കഥ. ആ മകനായി എല്ലാം സമർപ്പിച്ച അച്ഛന്റെ ദുരന്ത കഥയാകുന്നു. എന്തു പറ്റി അമ്മയ്ക്ക്? ശബ്ദം അടഞ്ഞ പോലെ. മഴ നനഞ്ഞോ? ഇല്ല, ഒന്നുമില്ല. അച്ഛനെന്തിയെ? എഴുന്നേറ്റോ? ആ അമ്മേ, വെളുപ്പാങ്കാലത്ത് ഒരു സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇന്റർവ്യൂവിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അപ്പോഴല്ലേ മനസ്സിലായത് ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ മണ്ടത്തിനാണ്. ഓന്റെ കൂടെ ഉണ്ട് അച്ഛൻ. നിന്റെ നെഞ്ചിലുണ്ട് ഇപ്പൊ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വിളിക്കും. Who is your motivator? My father is my motivator. Brahma, the creator god, created the Brahman. My parents are my gods. He who leads one from darkness to light is a true guru. My father is my guru.
ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ. മനുഷ്യന്റെ മനസ്സിൽ നിന്നും എല്ലാ ഓർമ്മകളെയും മായ്ച്ചു കളയുന്ന അൽഷിമേഴ്സ് എന്ന മഹാരോഗത്തിന്റെ ദുരന്ത കാഴ്ചയാവുന്നു ഈ ചിത്രം.